നിസ്സംശയം പറയുന്നു, ഭരണ തുടർച്ച. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് CPM ഉള്ളത്. സംസ്ഥാന സമിതി അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ 90 സീറ്റിലധികം ലഭിക്കുമെന്നാണ്. പക്ഷേ സ്വകാര്യ സംഭാഷണങ്ങളിൽ CPM നേതാക്കന്മാർ പറയുന്നത് 75 ഉറപ്പാണ്, 85 വരെ പോകാം എന്നാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആത്മവിശ്വാസത്തോടെയാണ് അവൾ കാര്യങ്ങൾ പറയുന്നത്. 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പരാജയം അല്ലെങ്കിൽ അത് പരാജയപ്പെടാനുള്ള കാരണം അത് മറികടക്കാൻ CPMന് കഴിഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നാണ് CPM നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള 140 നിയോജക മണ്ഡലങ്ങൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ 99 98 കുറഞ്ഞു. നിലമ്പൂരിൽ നിന്ന് ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിച്ച് ജയിച്ചു വന്ന അൻവർ പിന്നീട് ഇടതുമുന്നണി പാളയം വിട്ട് അവിടെ കോൺഗ്രസിൻ്റെ ആര്യാടൻ ഷൗക്കത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നതോടുകൂടി 98 സീറ്റാണ് CPMനും ഇടതുപക്ഷ മുന്നണിക്കുമായി നിയമസഭയിലുള്ളത്. എന്നാൽ ഇത്തവണ CPM പറയുന്നു 98ലേക്കും 100ലേക്കും എത്തിയില്ലെങ്കിലും കേവല ഭൂരിപക്ഷമായ 71 എന്ന സംഖ്യ മറികടന്ന് 75 മുതൽ 80 സീറ്റ് വരെ നേടുമെന്നാണ്. അവർ അവകാശവാദം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഇത്തവണ കേരളം വിധിയെഴുതി എന്നാണ്. അതുമാത്രമല്ല, UDFും ഐക്യജനാധിപത്യ മുന്നണിയും BJPയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മത ധ്രുവീകരണം നടത്തി CPMനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ഇത് ജനാധിപത്യ മതേതര കേരളം തിരിച്ചറിഞ്ഞ് CPMന് അനുകൂലമായി വിധി എഴുതി എന്നാണ് CPMൻ്റെ ഒരു കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പിന് ശേഷം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് 90 സീറ്റിലധികം നേടി ഭരണം നിലനിർത്തുമെന്നാണ്. രാജ്യത്ത് CPM ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഭരണം നിലനിർത്തേണ്ടത് CPMന് ആവശ്യമാണ്. CPM ഭരണം നിലനിർത്താൻ കോടികൾ മുടക്കിയുള്ള PR പ്രവർത്തനങ്ങളാണ് നടത്തിയത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ടെലിവിഷൻ ചാനലുകളിൽ, പത്രമാധ്യമങ്ങളിൽ, ഓൺലൈൻ YouTube ചാനലുകളിൽ അടക്കം കോടികളുടെ പരസ്യമാണ് CPM നടത്തിയത്. അതുമാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളുടെ പ്രധാന കവലകളിലും അപ്രധാന കവലകളിലുമെല്ലാം വലിയ മുഖ്യമന്ത്രിയുടെ ചിത്രത്തോടു കൂടിയുള്ള വലിയ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച് പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. കഴിഞ്ഞ തവണയുള്ള MLAമാർക്ക്, അതായത് സിറ്റിംഗ് MLAമാർക്കെല്ലാം സീറ്റ് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. എന്ത് വിധേനയും കേവല ഭൂരിപക്ഷം മറികടന്ന് ജയിച്ചു വരിക എന്ന ഉത്തരവാദിത്തമായിരുന്നു CPM ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിലാണ് CPM ഉള്ളത്. അത് തന്നെയാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തലും. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ചില മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലെല്ലാം എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ ആകൃഷ്ടരായി ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ തിരസ്കരിച്ച് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുമെന്നാണ് CPMൻ്റെ വിലയിരുത്തൽ. ക്ഷേമ പെൻഷനുകൾ അടക്കം വർദ്ധിപ്പിച്ചത് ഗുണകരമായി മാറും. യുവാക്കളുടെ വോട്ടുകൾ എൻ ബ്ലോക്കായി തങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ വയനാട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ തങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ ജനം ഏറ്റെടുത്തു എന്നാണ് CPMൻ്റെ വിശ്വാസം. ജാതിമത വർഗീയ സംഘടനകളെ UDF കൂട്ടുപിടിച്ചു. അതിനെതിരായ വിധിയെഴുത്ത് ഇത്തവണയുണ്ടാകുമെന്ന് CPM ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. 75 സീറ്റിലേക്ക് സീറ്റ് എണ്ണം അല്പം കുറഞ്ഞാലും ഇത്തവണ ജയിച്ചു കയറാൻ കഴിയുമെന്ന CPMൻ്റെ ആത്മവിശ്വാസം ആനോളമുണ്ട്. ജില്ലാ കമ്മിറ്റികൾ എല്ലാം കണക്ക് സംസ്ഥാന സെക്രട്ടറിന് കൊടുത്തതിന് ശേഷം ആറ്റിക്കുറുക്കിയ കണക്ക് പ്രകാരമാണ് 75 സീറ്റ് ഏറ്റവും കുറഞ്ഞത് ലഭിക്കുമെന്ന CPMൻ്റെ നേതാക്കന്മാർ അടക്കം പറയുന്നത്. എന്നാൽ ഇത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം 90 സീറ്റിൽ മുകളിൽ ലഭിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നേതാക്കന്മാർ പറയുന്നത് 90 ലഭിക്കില്ല, ഒരു 80-ൽ താഴെ 75 സീറ്റ് എന്തായാലും ലഭിക്കും. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മെയ് 4 വോട്ടെണ്ണി കഴിയുമ്പോൾ വീണ്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് CPM ക്യാമ്പിൻ്റെ അവകാശവാദം. കാടടയ്ക്കുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ മറ്റു മുന്നണികളെ ബഹുദൂരം പിന്നിലാക്കി കുതിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇത് തങ്ങൾക്ക് അനുകൂലമായ ഒരു ട്രെൻഡാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വോട്ടായി മാറും. ഇടതുപക്ഷ മുന്നണി 75 സീറ്റോടുകൂടി ഭരണ തുടർച്ചയുമായി 3ാം തവണയും അധികാരത്തിലേറുമെന്നാണ് CPM ഇടതുപക്ഷ മുന്നണി നേതൃത്വങ്ങൾ പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വോട്ടെണ്ണൽ കഴിയുമ്പോൾ CPMൻ്റെ അവകാശവാദം എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. കേരളം കാത്തിരിപ്പിലാണ്. ഭരണ തുടർച്ചയുണ്ടാകുമോ അതോ 10 വർഷത്തിന് ശേഷം ഇടതുമുന്നണിയുടെ ഭരണം അവസാനിച്ച് ഐക്യമുന്നണി സർക്കാർ അധികാരത്തിലേറുമോ എന്നറിയാൻ